Yes, good afternoon. Good afternoon, sir. Yes. ഇത് പറയുന്നു. Sir. Yes, okay. Yes, good afternoon. Okay. You start ചെയ്താലോ? ശരിയാ sir. Okay. Yes. അപ്പൊ എന്താണ് ബിനോയ് നമ്മൾ പറഞ്ഞു നിർത്തിയത്? Past continuous. പറയൂ. Past continuous. ഉറക്കെ പറയും, കേട്ടില്ല. Past continuous. പാസ്റ്റ് കണ്ടിന്യൂസ് അല്ലേ? ഫ്യൂച്ചർ കണ്ടിന്യൂസ് നമ്മൾ പറഞ്ഞില്ലേ? ഫ്യൂച്ചർ കണ്ടിന്യൂസ് നമ്മൾ പറഞ്ഞില്ലേ? സിമ്പിൾ പ്രസന്റ് മുതൽ സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ് നമ്മൾ പറഞ്ഞു അല്ലേ? Past continuous പറഞ്ഞു. പാസ്റ്റ് കണ്ടിന്യൂസ് പറഞ്ഞിട്ടുള്ളൂ, ഫ്യൂച്ചർ കണ്ടിന്യൂസ് പറഞ്ഞിട്ടില്ല. ഫ്യൂച്ചർ കണ്ടിന്യൂസ് പറഞ്ഞു എന്നല്ലേ പറഞ്ഞേ? യെസ്. ഓക്കെ. ഞാനൊരു ഓർമ്മ അതാണ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ് നമ്മൾ പറഞ്ഞതാണ്. സിമ്പിൾ പ്രസന്റിന്റെ പാസീവ് വോയിസും നമ്മൾ പറഞ്ഞു. അത്തരം വരെയാണ് നമ്മളൊരു ഓർമ്മ. യെസ്, ഓക്കെ. അപ്പോ ഇന്ന് വേറൊരു കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, യുവർ ഫേവറേറ്റ് ഫിലിം ഇതിനെ കുറിച്ച്. അതെ, ആരും പറയാതെ. The favorite film that you have seen, അല്ലെങ്കിൽ the film that you like most, നിങ്ങൾക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട സിനിമ, വൈ, എന്തുകൊണ്ട്? യെസ്. ഓക്കെ, who is ready to say first? ആരാണ് ആദ്യം അതിനെ കുറിച്ച് പറയുന്നത്? എന്തായാലും ഒന്നും വേണ്ടാത്ത 28 പേരിൽ ആരുമില്ല. എന്ത് പറയുന്നു ബിനോയ്? ഞാൻ പറയാം, 1-2 കഴിഞ്ഞിട്ട് ഞാൻ പറയാം. യെസ്, മതി. അതെല്ലാം താങ്കൾ എളിമുകൊണ്ട് പറയുന്നതാണെന്നും താങ്കൾ മനോഹരമായിട്ട് പറയുമെന്നും എനിക്കറിയാം. എന്തിനും ഒരു മുൻകരുതൽ പോലെ, ഒരു എളിമ പോലെ ഡയലോഗ് താങ്കൾ എന്തിനും പറയാറുണ്ട്. ഓക്കെ. യെസ് ബിനോയ്, യു സ്റ്റാർട്ട്. Yes, you start. ബിനോയ് പോയ? യെസ്, എന്നാ ബിനോയ് തുടങ്ങിക്കോളൂ. ഞാൻ 1-2 കഴിഞ്ഞിട്ട് പറയാം. മതി, ദാറ്റ് ഈസ് നോട്ട് എ പ്രോബ്ലം. ബിനോയ്ക്ക് അറിയാവുന്ന ടെൻഷൻ ഒന്നുമില്ല സാർ. ഇതിനെ പറ്റി പറയാണെങ്കിൽ പറയാനുണ്ട് സാർ. യെസ്, പറഞ്ഞോളൂ. ഓക്കെ, ഫൈൻ. ഞാൻ പറയാം സാർ. ഓക്കെ. All other movies are I love all other movies. Yes. My favorite movie is Velayudham. Favorite movies? Velayudham, Vijay cinema. Okay, Vijay. Okay. And I love her cinema for Vijay fighting. Okay. And Vijay love her sister.
Okay. Then he's a good acting in that cinema, Vijay. Okay. And super dancing in that cinema. Okay. He then Okay. ബാക്കി പറഞ്ഞോളൂ. he is good singing for that cinema. Okay. That's all, sir. That is all. Okay. 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 ഏതായാലും ആദ്യമായിട്ട് ഒരാള് മുന്നോട്ട് വന്ന് പറയാൻ കാണിച്ചതിന് ബിനോയ്ക്ക് പ്രത്യേകം ഞാൻ അഭിനന്ദനം നൽകുകയാണ്. Thanks, sir. ഓക്കെ. 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 ഈ സിനിമയെ കാണാത്തതുകൊണ്ടാണ് എനിക്ക് ഒരുപക്ഷെ അതിന്റെ കഥ എനിക്ക് അങ്ങനെ പറഞ്ഞപ്പോൾ പിടികിട്ടായിരുന്നത്. ഓക്കെ. 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 സാർ കണ്ടിട്ടില്ലേ വേറെ സിനിമ? ഇല്ല 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 ഇല്ല. വിജയ സിനിമയാണ് സാർ, കണ്ടു നോക്കണം. ഓക്കെ. 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 സത്യം വേണമെങ്കിലേ അതിനുള്ള സമയം കിട്ടാൻ ബുദ്ധിമുട്ട്, അതാണ് പ്രശ്നമുള്ളൂ. രാത്രിയൊക്കെ ഇരിക്കുമ്പോ കണ്ടാൽ മതി സാർ. ഓക്കെ. ഓക്കെ. റെഡിയാകും. റെഡിയാക്കാം. ഹു ഈസ് നെക്സ്റ്റ്? Who is next? Susmita. Very good, very good, Susmita. Carry on. Sir, one of my favorite film is Kamaladalam. Very good. I am a big fan of Mohanlal. Yes. It is one of the finest performance by Mohanlal. Yes. He is outstanding in that film, and I am interested in classical dance. Okay. 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 Because I love to see the movie. Okay. Don't know how many I see the movie. Okay. Several times. Okay. Okay. That's all. That is all. അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. കമലദള സിനിമ ആദ്യം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് സുസ്മിത പ്രതീക്ഷിച്ച ക്ലൈമാക്സ് ആണോ സംഭവിച്ചത്? No, sir. I see the movie in my childhood. That time I didn't know the actual പറയാനറിയില്ല. ഓക്കെ. ഓക്കെ. അപ്പൊ അങ്ങനെയൊക്കെ അന്ന് ചിന്തിക്കാനുള്ള കഴിവൊന്നും ഉണ്ടായിരുന്നില്ല. Yes. ഓക്കെ. 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 ഈ റിവ്യൂ അന്ന് റിവ്യൂ ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നു. ഓക്കെ. ശരി. ഓക്കെ. 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 വെരി ഗുഡ്. വെരി ഗുഡ്. അപ്പൊ ഓക്കെ. ആസ് യു ലൈക്ക് ക്ലാസിക്കൽ പെർഫോമൻസസ്, you are very fond of that feeling. Okay. Okay. Yeah, I am a classical dancer. Oh, very good. Okay. Yes. അപ്പോ ബെനോയ് കഴിഞ്ഞു, സുസ്മിത കഴിഞ്ഞു. Who is next? ഇതിനകത്ത് വലിയ പെർഫോമൻസിന്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമ പറയുന്നു, ഞാനൊരു സിനിമ കണ്ടു, എനിക്ക് ഇന്ന സിനിമയാണ് ഇഷ്ടപ്പെട്ടത്, ഇന്നയാൾ അഭിനയിച്ചു, ഇന്നയാള്. Yes, who is? പറഞ്ഞോളൂ. My favorite film is Manichitrathal. Oh, very good. Manichitrathal. Okay. This film actor is Suresh Gopi. The heroine is Shobana. Okay. The funny story. It is based on Rajakudumbam. Okay. Inspired by a tragedy. Okay. The heroine is actor very beautiful. Okay. Shobana was a fantastic acting Nagavalli. Okay. It is directed by Fazil. Okay. Thank you, sir. ഓക്കെ. ഓക്കെ. അപ്പൊ ഇത് ഞാൻ നേരത്തെ ചോദിക്കുകയാണ്, ഈ സിനിമ കണ്ടുകഴിഞ്ഞപ്പോഴും ഇതിന്റെ ക്ലൈമാക്സ് അങ്ങനെ വരുമെന്നാണ് പ്രതീക്ഷിച്ചത്? ഇതിന്റെ നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോ തോന്നൂലേ ലാസ്റ്റ് ഇത് ഇങ്ങനെ സംഭവിക്കും, മറ്റേത് അങ്ങനെ സംഭവിക്കും, നമുക്കൊരു ക്ലൈമാക്സ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യില്ലേ?
ആ ക്ലൈമാക്സ് തന്നെയാണോ സംഭവിച്ചത്, അല്ലെങ്കിൽ വേറെ നമ്മൾ വിചാരിക്കാത്ത ക്ലൈമാക്സ് ആണ് ഉണ്ടായത്? സൂപ്പറാണ്. ബിനോയ് അന്നൊന്നും അത്ര ക്ലൈമാക്സിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല അല്ലേ? ഓക്കെ 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 ശരി. വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ ഓക്കെ, ഇനി അത് തന്നെ. ഓക്കെ 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 ഓക്കെ. ഒരു മുறை വന്ന് പാർത്തായ. ശരി. യെസ്. ഹു ഈസ് നെക്സ്റ്റ്? 3 പേരായി. യെസ്, സൂര്യ. ഓക്കെ ഓക്കെ. ഇടയ്ക്കിടയ്ക്ക് ഉത്തരങ്ങളൊക്കെ പറയാനുള്ളതാണ്. അപ്പൊ സൂര്യ എന്താ വരാത്തത് വിചാരിച്ചേ. യെസ്, പറഞ്ഞോളൂ. My favorite film is Manjumal Boys Lastly I Seen. വെരി ഗുഡ്. There are many heroes in that film. I am a big fan of Saubin after seeing that film. ഓക്കെ The story, it is based on a real life story. ഓക്കെ A group of friends who have vacation at Kodaikanal, and one of them is trapped in Guna cave, and a lead role who played Saubin, he saved the person who trapped in cave. ഓക്കെ It shows a friendship Okay. and love. ഓക്കെ. I like that film very much. ഓക്കെ. ഇനി അതിനകത്തുള്ള പാട്ടിനെ കുറിച്ചോ വേറെ വല്ല സീനുകളെ കുറിച്ചോ? ദ സോങ് ഓഫ് ദ ഫിലിം ഈസ് വെരി ടച്ചിങ്. Apart from many of films in Malayalam industry, it is a very good, different film because it has a very thriller film, I think. So ഓക്കെ 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 it was a good experience for me. ഓക്കെ 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 ഓക്കെ. അപ്പൊ ഭാവിയിൽ സൂര്യ ഒരു ഡയറക്ടർ ആയി കഴിഞ്ഞാല് വിച്ച് ടൈപ്പ് ഓഫ് ഫിലിം യു വാണ്ട് ടു ഷൂട്ട്? I direct real life stories. റിയൽ ലൈഫ് സ്റ്റോറി. അല്ല, നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ ഓക്കെ ഓക്കെ. വെരി ഗുഡ് വെരി ഗുഡ്. നന്നായിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഹു ഈസ് നെക്സ്റ്റ്? അടുത്തത്. അപ്പൊ ബിനോയായി, സൂര്യയായി, സുസ്മിതയായി. അടുത്തത് തസ്നീമായി. സാർ, ഞാൻ നേരത്തെ പറഞ്ഞ വേലത്തിന്റെ ഒരു പോയിന്റൂടെ ഞാൻ വിട്ടുപോയി. 1-2 പോയിന്റ് ഞാൻ അതുകൂടെ പറഞ്ഞോട്ടാ. പറഞ്ഞോളൂ. പിന്നെ അതുപോലെ തന്നെ ഈ വിജയാണെങ്കിൽ ഇതൊക്കെ സഹോദരി കല്യാണത്തിന് ഈ തമിഴ്നാട്ടില് പൈസ എടുക്കുമ്പോൾ അവിടുത്തെ ആൾക്കാരെ കൊല്ലാൻ പറ്റുന്ന ഒരാൾക്കാർ വരും. ഈ വിജയാണ് രക്ഷിക്കുന്നത്. ബോബോ വെച്ച് കൊല്ലാൻ നോക്കുക ഉള്ളത്. അപ്പം ഇവ അറിയാതെ ഈ ബോബോ കൊണ്ടുവന്ന് ദൂരെ കൊണ്ടുവരും. ഓക്കെ 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 ഓക്കെ. അങ്ങനെ ആ തമിഴ്നാട്ടിലുള്ള ആൾക്കാരെ ഈ വിജയ് രക്ഷിക്കും. യെസ്. അവ അറിയില്ല, പക്ഷെ അവനെ കുറെ പേര് ആരാധിക്കും. ആ ജനങ്ങൾ ആദരിക്കും. അവ അറിയില്ല. അവസാനമാണ് അവ അറിയണത് ഞാൻ ജനങ്ങളെ രക്ഷിക്കുന്ന ഒരാളാണെന്ന്. ഓക്കെ ഓക്കെ. അത് കുറച്ചും കൂടി ഇംഗ്ലീഷിൽ പറയും കേട്ടാ. നമുക്ക് ഇംഗ്ലീഷ് പറയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ 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 ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ ഓക്കെ. ബിനോയ്ക്ക് സിനിമ വളരെ ഹരമാണെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, ശരി. അനൂപ് പറയാൻ ഒന്നതാണോ? Yes, sir. ഓക്കെ ഓക്കെ. അനൂപ് കണ്ടിന്യൂ. My favorite movie is the Tamil movie for Kanjana. Okay. His actor is Lawrence. Raghav Lawrence. Okay. Lawrence is a famous actor, then dancer. Okay. He's very acting for styling. Okay. Then is a famous actor. Then that film my heartful feeling, the horror movie. Okay. Is the film is a very feeling in feeling the movie. Then I story to tell the story in the movie. That actors the Lawrence, Sharath, then Kove Sarla. Okay. Kove Sarla is a mother is Lawrence. Okay. Is Sharath is the climax is Sharath Kumar is a ghost.
Oh, okay. Is a name is a transgender feelings. Okay, okay, okay. പറഞ്ഞ അനൂപ്. സാറേ ആ കഥ ഒന്ന് ആലോചിക്കട്ടെ. ഓക്കെ 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 ഓക്കെ. മനസ്സിൽ അത് എങ്ങനെ പുറത്തു വരും നടത്തില്ല. എനിക്കത് ഞങ്ങൾക്ക് അത് കേട്ടപ്പോൾ പിടികിട്ടിയത്. കാരണം അനൂപിന്റെ മനസ്സ് മുഴുവനും ആ സിനിമ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. സാറേ അവര് പറയാൻ താല്പര്യമുണ്ട് സാർ. അവര് മലയാള കഥ എല്ലാം അതേപോലെ അറിയാം, പക്ഷെ അവന് ഇംഗ്ലീഷിലോട്ട് പറയാൻ പാകുന്ന ബുദ്ധിമുട്ട്. അവര് കഥ എല്ലാം നല്ലപോലെ അറിയാം മലയാളം. ഓക്കെ ഓക്കെ ഓക്കെ. അത് മനസ്സിലായത്. കാരണം വെച്ചാല് മനസ്സിലാ സിനിമ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. നമുക്ക് അമിതമായിട്ട് നമുക്ക് ഇഷ്ടം തോന്നുന്ന സമയത്ത് നമുക്ക് സംസാരിക്കാൻ പറ്റുകയില്ല എന്നല്ല പറയുന്നത്. അതാണ് മൗനം വാചാലമാവുക എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോ അതിനുമ്പേ കുഴപ്പമില്ല, ഒന്നും കൂടി നമുക്ക് ട്രൈ ചെയ്യാനുള്ള അവസരം തരാം. ഓക്കെ 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 ഓക്കെ. അതൊക്കെ ആലോചിച്ച് വെച്ചോ, പോയിന്റുകളൊക്കെ ഒന്ന് ആലോചിച്ച് വെച്ചു. യെസ്, ഹു ഈസ് നെക്സ്റ്റ്? സാർ ഞാൻ പറയാം. യെസ്, വെരി ഗുഡ്. ഫർസിയ. ഓക്കെ. My favorite film is Bangalore Days. I'm a big fan of Dulquer Salmaan. The casters in the film are Dulquer Salmaan, Nivi Bolly, Fahd Fasil, Nasriya, and Parvati. Okay. The story is about three close cousins, Divya, Kutan, and Arjun, Okay. to Bangalore to follow their dreams. Okay. The movie explores their lives as they face many challenges. Okay. It's a story about friendship, then family, and happiness. Okay. The film captures the up and downs of life, and it also shows how relationships can overcome the difficulties of the life. Okay. That's all, sir. Okay. Farsiya, you are very prepared. Okay. Thank you. Okay, who is next? നല്ല പ്രിപ്പയർ ആയിട്ടുണ്ടായിരുന്നു ഇതിനകത്ത്. ഓക്കെ. യെസ്. ഓക്കെ, ആ മൂവിയുടെ പേര് ഒന്നുകൂടി പറഞ്ഞോളൂ. Bangalore Days. പറഞ്ഞോളൂ. Bangalore Days. ബാംഗ്ലൂർ ഡേയ്സ്. ഓക്കെ 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 ഓക്കെ. ഇനി ഹു ഈസ് നെക്സ്റ്റ്? അടുത്ത ആള്. നിങ്ങളുടെ കയ്യിൽ പറയാനായിട്ട് റെഡിയാന്ന് എനിക്കറിയാം, മനസ്സിലായി. പിന്നെ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ചെറിയൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. യെസ്, ഹു ഈസ് നെക്സ്റ്റ്? ഞാനില്ല. ഓക്കെ ഓക്കെ ഓക്കെ, നമുക്ക് പരിഗണിക്കാൻ ബിനോയി. ഓക്കെ, ഇനി സ്റ്റോറി പറയാൻ. അപ്പൊ നമുക്ക് ഈ സ്റ്റോറി പറച്ചില് സ്റ്റോപ്പ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് അടുത്തൊരു സിനിമയെ കുറിച്ചുള്ള റിവ്യൂ അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പൊ പറഞ്ഞവർക്ക് കൂടി ഒന്നുകൂടി പ്രിപ്പയർ ചെയ്യാം. അതിനോടൊപ്പം തന്നെ പറയാത്തവർക്ക് ഒരെണ്ണം ആദ്യമായിട്ട് പറയാനും കൂടി ചാൻസ് തരാം. അനൂപ് ഒന്നുകൂടി മനസ്സിലിരുന്നൊക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി റെഡിയാക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോ പറഞ്ഞതിനേക്കാളും കുറച്ചുകൂടി നല്ല സ്റ്റൈലായിട്ട് കുറച്ചുകൂടി പറയാൻ പറ്റും. ഓക്കെ ഓക്കെ ഓക്കെ. അനൂപിന്റെ മനസ്സിലെ സിനിമയുടെ നീ മനസ്സിലായി. ഓക്കെ. ഓക്കെ 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 ഓക്കെ. ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ, പ്രിപ്പയർ ചെയ്തിട്ട് എഴുതൊന്നും വേണ്ട, നിങ്ങൾ മനസ്സിലൊന്ന് കോറിയിട്ടാൽ മതി. ഇന്ന പോയിന്റ് ഇന്ന പോയിന്റ് ഇന്ന പോയിന്റ് ഇന്ന പോയിന്റ് പറയാ, ഇന്ന പോയിന്റ് ഇന്നത്, അത് അത്രയൊന്നും നോക്കിയിട്ടാൽ മതി. അല്ലാതെ വേറെ അതിന് വേണ്ടി സ്റ്റൈൽ എടുക്കൊന്നും വേണ്ട. നമുക്കിത് ആ സമയത്ത് ഈ പറഞ്ഞ് വിചാരിച്ച പോയിന്റ് നമുക്ക് ഇംഗ്ലീഷിൽ പറയാനായിട്ട് പറ്റുന്നുണ്ടോ എന്നും കൂടിയാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ. അപ്പൊ ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് സിമ്പിൾ പാസ്റ്റ് പ്രസന്റിന്റെ പാസീവ് വോയിസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഓക്കെ. ഇനി അപ്പൊ നമുക്ക് വേണ്ടത് സിമ്പിൾ പാസ്റ്റിന്റെ പാസീവ് വോയിസ് ആണ് വേണ്ടത്. സിമ്പിൾ പാസ്റ്റ്. സിമ്പിൾ പ്രസന്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി വേണ്ടത് സിമ്പിൾ പാസ്റ്റിന്റെ പാസീവ് വോയിസ് ആണ്. സിമ്പിൾ പാസ്റ്റ്. അപ്പോ
സിമ്പിൾ പ്രസന്റിൽ നമ്മൾ എങ്ങനെയാണോ പാസീവ് വോയിസ് പറഞ്ഞത് അതിൽ നിന്ന് ചെറിയ വ്യത്യാസം ഉണ്ടാകും സിമ്പിൾ പാസ്റ്റിന്. ഓരോ ടെൻസിനും ഓരോ രീതിയിലാണ്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ടെൻസുകളെ കുറിച്ച് പറഞ്ഞത്. സിമ്പിൾ പ്രസന്റിന്റെ പാസീവ് വോയിസിന് പറഞ്ഞപ്പോൾ ആദ്യം ഓബ്ജക്റ്റ്, പിന്നെ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ്, വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ പറഞ്ഞു. സിമ്പിൾ പാസ്റ്റ് ആണ് തന്നിരിക്കുന്ന വാചകമെങ്കിൽ കുറച്ചുകൂടി ചെറിയ വ്യത്യാസമുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് തന്നിരിക്കുന്ന വാചകം ഏത് ടെൻസിലുള്ളതാണെന്ന് നമ്മൾ ആദ്യം അറിയണം. അതറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഈ പാസീവ് വോയിസ് എന്ന സംഗതി എഴുതാൻ പറ്റുള്ളൂ. ടെൻസ് അറിയാൻ പറ്റിയില്ല എങ്കിൽ നമുക്കറിയാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ 6 ടെൻസുകളെ കുറിച്ച് ആദ്യം പറഞ്ഞത്. അതിൽ ഏത് ടെൻസിലാണ് അത് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ അറിയണം. അപ്പൊ നിങ്ങളൊരു ഹെഡിങ് എഴുതുക. ഒരു ഹെഡിങ് പാസീവ് വോയിസ് ഓഫ് PASSIVE, പാസീവ് വോയിസ്, VOICE, വോയിസ്, പാസീവ് വോയിസ് ഓഫ് സിമ്പിൾ പാസ്റ്റ്, SIMPLE, സിമ്പിൾ പാസ്റ്റ്, പാസീവ് വോയിസ് ഓഫ് സിമ്പിൾ പാസ്റ്റ്, പാസീവ് വോയിസ് ഓഫ് സിമ്പിൾ പാസ്റ്റ്. സിമ്പിൾ പാസ്റ്റിന്റെ പാസീവ് വോയിസ് നമുക്ക് എങ്ങനെ എഴുതാം? ഓക്കെ, അതാണ് നമ്മൾ ഇനി നോക്കുന്നത്. അപ്പോ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഓബ്ജക്റ്റിനെ കണ്ടുപിടിക്കണം, അതെല്ലാം കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറില്ലേ, അവിടെ ചെറിയ വ്യത്യാസം വരുമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഞാൻ എക്സാമ്പിൾ പറയാണ്. ഹി സോ എ ഫിലിം, SAW സോ വേണ്ട, ഹി സോ എ ഹിന്ദി ഫിലിം, ഹി സോ എ ഹിന്ദി ഫിലിം. അവൻ ഒരു ഹിന്ദി സിനിമ കണ്ടു, ഹി സോ എ ഹിന്ദി ഫിലിം. അത് നമുക്കറിയാം, അത് സിമ്പിൾ പാസ്റ്റ് ആണ്. എങ്ങനെ മനസ്സിലായി? സബ്ജക്റ്റ് ആണ് ഹി, സി എന്ന് പറയുന്ന വെർബിന്റെ പാസ്റ്റ് ടെൻസ് ആണ് സോ. അപ്പൊ സബ്ജക്റ്റും വെർബിന്റെ പാസ്റ്റ് ടെൻസും വന്നു കഴിഞ്ഞപ്പോൾ സിമ്പിൾ പാസ്റ്റ് ആണ് നമുക്ക് പിടികിട്ടി, സിമ്പിൾ പാസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ സിമ്പിൾ പാസ്റ്റ് ആണ് തന്നിരിക്കുന്ന വാചകമെങ്കിൽ അതിന്റെ പാസീവ് വോയിസ് എഴുതുമ്പോൾ ആദ്യം നമ്മൾ ഓബ്ജക്റ്റ് എഴുതുന്നു. അപ്പൊ നേരത്തെ എഴുതിയതിന്റെ അടിയിൽ എഴുതുക ഓബ്ജക്റ്റ് ആദ്യം, OBJECT, ഓബ്ജക്റ്റ് ആദ്യം എഴുതുന്നു. ഓബ്ജക്റ്റ് ആദ്യം എഴുതി. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് പ്രസന്റ്, സിമ്പിൾ പ്രസന്റിന് വേണം. പക്ഷെ സിമ്പിൾ പാസ്റ്റ് ആകുമ്പോൾ ഓബ്ജക്റ്റ് കഴിഞ്ഞാല് വാസ് ഓർ വേർ, എന്തെങ്കിലും വാസ് എഴുതുക അല്ലെങ്കിൽ വേർ എഴുതുക. WAS വാസ്, ഒരു സ്ലാഷ് ഇട്ടിട്ട് വേർ, വാസ് അല്ലെങ്കിൽ വേർ. ഓക്കെ, വാസ് ഓർ വേർ. അത് കഴിഞ്ഞതിന് ശേഷം വെർബ്, വെർബ്. ആ വെർബിന്റെ PP, പാസ്റ്റ് പാർട്ടിസിപ്പിൾ, PP, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പൊ ബാക്കിയുള്ള നിയമങ്ങളൊക്കെ അതുപോലെയൊക്കെ തന്നെ. അപ്പൊ ഒന്നുകൂടി ഞാൻ പറയാം. തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ അതിന്റെ പാസീവ് വോയിസ് എഴുതുമ്പോൾ ആദ്യം ഓബ്ജക്റ്റ് എഴുതുന്നു. അത് കഴിഞ്ഞതിന് ശേഷം വാസ് അല്ലെങ്കിൽ വേറെ എഴുതുന്നു. അത് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതുന്നു. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ വാചകത്തോട് വരാം. ഐ സോ എ ഹിന്ദി ഫിലിം, ഐ സോ എ ഹിന്ദി ഫിലിം. ഞാനൊരു ഹിന്ദി ഫിലിം കണ്ടു. എന്ത് കണ്ടു? എ ഹിന്ദി ഫിലിം. ഓബ്ജക്റ്റ് നമ്മൾ ആദ്യം എഴുതി എ ഹിന്ദി ഫിലിം. അത് കഴിഞ്ഞിട്ട് വാസ് അല്ലെങ്കിൽ വേർ, ഒരു ഹിന്ദി ഫിലിമേ ഉള്ളൂ, അപ്പൊ വാസ് വരും. എ ഹിന്ദി ഫിലിം വാസ്. സോ പാസ്റ്റ് ടെൻസ് ആണ്. അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ സി കാണുക. പാസ്റ്റ് ടെൻസ് സോ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ സീൻ, സീ സോ സീൻ ആണ്. അപ്പൊ എന്ത് പറയുന്നതാണ്? സീൻ. ആൻസർ എന്ത് വരും? എ ഹിന്ദി ഫിലിം വാസ് സീൻ. വേണമെങ്കിൽ ബൈ ഹിം എന്ന് കൂടി ചേർക്കാം. എ ഹിന്ദി ഫിലിം വാസ് സീൻ ബൈ ഹിം. അപ്പൊ ആദ്യം നമ്മൾ എന്ത് എഴുതുന്നു? ഓബ്ജക്റ്റ് എഴുതുന്നു. അത് കഴിഞ്ഞതിന് ശേഷം വാസ് അല്ലെങ്കിൽ വേറെ എഴുതുന്നു. അത് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളുമാണ്. സിമ്പിൾ പാസ്റ്റ് ആണ് നമുക്ക് തന്നിരിക്കുന്ന വാചകമെങ്കിൽ അതിന്റെ പാസീവ് വോയിസ് സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇന്ന് നിങ്ങൾ ചെയ്ത് രാവിലെ മുതൽ ഇപ്പോ 3:55 വരെയുള്ള സമയത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ ചെയ്ത പല കാര്യങ്ങളുണ്ട്. രാവിലെ നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി. അപ്പൊ നിങ്ങൾക്ക് പറയാം ഐ പ്രിപ്പയർഡ് അല്ലെങ്കിൽ ഐ കുക്ക്ഡ് ഫുഡ് എന്ന് പറയാം. നമുക്ക് അതിന് വേണമെങ്കിൽ പാസീവ് വോയിസിൽ പറയാം ഫുഡ് വാസ് പ്രിപ്പയർഡ് ബൈ മീ. ഇന്നത്തെ ഭക്ഷണം ഞാനാണ് ഉണ്ടാക്കിയത്, ഞാൻ വഴി എന്നാലാണ് ഉണ്ടാക്കപ്പെട്ടത്.
അല്ല, ഫുഡ് വാസ് പ്രിപ്പയർഡ് ബൈ മീ. രാവിലെ നിങ്ങൾ ഒരു ഗ്ലാസ് എടുത്ത് വലിച്ചെറിഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് പറയാം ഐ ത്രൂ, THREW, ദ ഗ്ലാസ്. അത് നമുക്ക് പാസീവ് വോയിസിൽ പറയാം ദ ഗ്ലാസ് വാസ് ത്രോൺ ബൈ മീ. ഗ്ലാസ് വലിച്ചെറിഞ്ഞത് ഞാനാണ്. അപ്പോ രാവിലെ കഴിച്ചത് നമ്മൾ ചപ്പാത്തിയാണ്. അപ്പോ അത് നമുക്ക് പറയാം ഐ എയ്റ്റ് ചപ്പാത്തി. അതിന്റെ പാസീവ് വോയിസ് പറയാം ചപ്പാത്തി ഈസ് ഈറ്റൻ ബൈ മീ. അപ്പൊ ഇന്ന് രാവിലെ മുതൽ ഇതുവരെയുള്ള സന്ദർഭങ്ങളിൽ സമയത്തിനുള്ളിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം അത് പാസീവ് വോയിസിൽ പറഞ്ഞ്. നിങ്ങൾ ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിൽ അത് പാസീവ് വോയിസിൽ പറഞ്ഞ്. ആദ്യം ഓബ്ജക്റ്റ് പറയാ, വാസ് അല്ലെങ്കിൽ വേറെ പറയാ, വെർബ് പാസ് പാർട്ടിക്കിൾ പറയാം. എക്സാമ്പിൾ പറഞ്ഞു ഞാൻ, ഫുഡ് വാസ് പ്രിപ്പയർഡ് ബൈ മീ. ഗ്ലാസ് വാസ് ത്രോൺ ബൈ മീ. ഇപ്പോ രാവിലെ നിങ്ങൾ നിങ്ങളുടെ മക്കളെ പഠിപ്പിച്ചു. ഐ ടോട്ട് ദ ചിൽഡ്രൻ. കുട്ടികളെ പഠിപ്പിച്ചു. അപ്പൊ എന്ത് പറയാം? ദ ചിൽഡ്രൻ were taught by me. ഓക്കെ, നിങ്ങൾ ഇന്ന് ചെയ്തിട്ടുള്ള കാര്യം, എന്തെങ്കിലും ഒരു കാര്യം, ഇന്ന് രാവിലെ മുതൽ ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഇത് പാസീവ് വോയിസിൽ പറഞ്ഞ്. നിങ്ങൾ കാർ ഓടിച്ചെന്ന് വിചാരിക്കും. അപ്പൊ ഐ ഡ്രോവ് ദ കാർ എന്നുള്ളതല്ലേ, അതിന് പാസീവ് വോയിസ് പറയാം. ഒബ്ജക്റ്റ് ആദ്യം പറയുന്നു ദ കാർ വാസ് ഡ്രിവൺ ബൈ മീ. യെസ്, പറഞ്ഞോളൂ. നിങ്ങൾ ചെയ്ത എന്തെങ്കിലും ഒരു സംഗതി പാസീവ് വോയിസിൽ പറയും. പറയുകയോ എക്സ്പൈസ് ചെയ്തിട്ടുണ്ട്. കോർട്ട്യാർഡ് വാസ് ബ്രൂംഡ് ബൈ മീ. വെരി ഗുഡ്. മുറ്റം വൃത്തിയാക്കിയത് ഞാൻ വഴിയാണ്, ഞാൻ ആണ്. ഓക്കെ, യെസ്. മറ്റുള്ളവര് നിങ്ങൾ ചെയ്ത എന്തെങ്കിലും ഒരു സംഗതി, ഒരു കാര്യം പാസീവ് വോയിസിൽ പറയുന്നു. ഇന്ന് ചെയ്തത്. രാവിലെ ചെടിക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് പാസീവ് വോയിസിൽ പറയൂ. The house was cleaned by me. Surya, very good. The house was cleaned by me. Okay. The newspaper was read by me. Anwar. Dresses were washed by me. Arya. The clothes, plural, were washed by me. Anshida. Okay, very good. പറഞ്ഞോളൂ, ശരിയാവുണ്ട്. ഓക്കെ 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 അൻഷിത. യെസ്, നിങ്ങൾ ചെയ്തൊരു കാര്യം. The house was cleaned by me, Megha. Okay, correct. The dresses were washed by me. Were നമ്മൾ സിമ്പിൾ പാസ്റ്റിന്റെ ആണ് പറയുന്നത്. ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് സിമ്പിൾ പ്രസന്റിന്റെയാണ്. ഓക്കെ 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 ഓക്കെ. യെസ്. ഇനി നിങ്ങൾ ഇന്ന് വീട്ടിൽ ചെയ്തൊരു കാര്യം സിമ്പിൾ പാസ്റ്റ്. ഇനി രണ്ടാമതൊരു കാര്യം കൂടി ഉണ്ടെങ്കിൽ അതുകൂടി പറഞ്ഞോ. ഒരെണ്ണം പറഞ്ഞു, ഒരെണ്ണം കൂടി പറയാം. യെസ്. The garden was watered by me. Very good. The garden was watered by me. Okay. Scooter was driven by me. Chinju. Okay. The kid slept by me. And I made the kid സ്ലീപ്പ് എന്നുള്ളത് ആകാം. വെർബിനെ നമുക്ക് രണ്ടായിട്ട് വിഭജിക്കാം, ട്രാൻസിറ്റീവ് ആൻഡ് ഇൻട്രാൻസിറ്റീവ്. ഓക്കെ, അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ എന്നത് പറയാം.
വേറെ ഒരെണ്ണം പറഞ്ഞോളൂ. യെസ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ആദ്യം ഓബ്ജക്റ്റ് പറയുന്നു, അത് കഴിഞ്ഞതിന് ശേഷം വാസനെങ്കിൽ വേറെ പറയുന്നു, അത് കഴിഞ്ഞതിന് ശേഷം വെർബ് പറയുന്നു, ആ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ പറയുന്നു. അങ്ങനെയാണ് നമ്മൾ സിമ്പിൾ പാസ്റ്റിന്റെ പാസീവ് വോയിസ് എഴുതുന്നത്. ഓക്കെ, ഞാനൊരു സെന്റൻസ് പറയാം, നിങ്ങളത് എഴുതുക. മാക്ബത്ത്, MACBETH, മാക്ബത്ത്. killed, KILLED, killed. Duncan, DUNCAN, Macbeth killed Duncan. Macbeth ഡങ്കനെ കൊന്നു. യെസ്, അതിന്റെ പാസീവ് വോയിസ് എഴുതി. രേവതി, ഓക്കെ. സുസ്മിത, ഓക്കെ. സൂര്യ, ഓക്കെ. ആര്യ, ഓക്കെ. ചിഞ്ചു, ഓക്കെ. മേഘ, ഓക്കെ. അൻഷിത, ഓക്കെ. യെസ്. അടുത്തത് അനൂപ്, ഓക്കെ. പ്രിൻസി, ഓക്കെ. പ്രിൻസി, സോറി. യെസ്, ഓക്കെ. അപ്പൊ ഇത് ചെയ്തെല്ലാവരും ശരിയാണ്. ഈ മാക്ബത്തും ഡങ്കനൊക്കെ ആരാണെന്ന് അറിയാമോ? മാക്ബത്ത്, ഡങ്കൻ. ബിനോയ്, ഓക്കെ. മാക്ബത്ത്, ഡങ്കൻ എന്നൊക്കെ പറഞ്ഞാല് ഓക്കെ, വെരി ഗുഡ്. ഷേക്സ്പിയർ എഴുതിയ ദുരന്ത പര്യവസാനിയായ ട്രാജഡി ആയിട്ടുള്ള ഒരു ഡ്രാമയാണ്. ആ ഡ്രാമയിൽ പറഞ്ഞിട്ടുള്ള കഥാപാത്രങ്ങളാണ് മാക്ബത്ത്. അതിനോടൊപ്പം തന്നെ സ്കോട്ട്ലൻഡിന്റെ രാജാവായിട്ട് അതിനകത്ത് പറയുന്ന രാജാവിന്റെ പേരാണ് ഡങ്കൻ. ഓക്കെ, വെരി ഗുഡ്, പെരീസ, വെരി ഗുഡ്. നെക്സ്റ്റ് സെന്റൻസ്. ശ്യാം, SHYAM, ശ്യാം painted, PAINTED, painted a tree, TREE. ശ്യാം പെയിന്റഡ് എ ട്രീ. ശ്യാം ഒരു ട്രീക്ക് പെയിന്റ് അടിച്ചു. ശ്യാം പെയിന്റഡ് എ ട്രീ. ഓക്കെ. രേവതി, ഓക്കെ. രേവതി, അതിൻ്റെ അകത്ത് വാസലെങ്കിൽ വേറെ ചേർത്തില്ലല്ലോ. ഫരീസ്, ഓക്കെ. ചിഞ്ചു, ഓക്കെ. സുസ്മിത, ഓക്കെ. സുസ്മിത, വാസന വേറെ ചേർക്കാൻ വിട്ടുപോയി. രേവതി, ഓക്കെ. ഷഹാന, ഓക്കെ. ആര്യ, മേഘ, ഓക്കെ. ബിനോയ്, ഓക്കെ.
ജോബി മോളൊക്കെ യെസ്. ഓക്കെ. അപ്പോ റിൻസി ഓക്കെ. ഷാൻജി മോളൊക്കെ. ഓക്കെ. അപ്പോ എന്റെ ആൻസർ എ ട്രീ വാസ് പെയിന്റഡ് ബൈ ഷാ. ഓക്കെ. അടുത്ത സെന്റൻസ് ഷീ, മൂന്നാമത്തെ ഷീ looked 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 after AFTER looked after the baby. She looked after LOOKED looked AFTER after the baby BABY. ഓക്കെ. ഇതൊന്ന് എഴുതൂ. പരീസ ഓക്കെ. രേവതി ഓക്കെ. മേഘ ഓക്കെ. ബിനോയ് ഓക്കെ. ഷഹാന ഓക്കെ. സൂര്യ ഓക്കെ. ആര്യ കൃഷ്ണൻ ഓക്കെ. ചിഞ്ചു ഓക്കെ. ഓക്കെ. അപ്പൊ ഇതിനകത്ത് ഞാനൊരു കാര്യം ചോദിക്കാം. ഷീ ലുക്ക് ആഫ്റ്റർ ദ ബേബി. ബിനോയ്, ഈ ലുക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം അറിയാമോ? ലുക്ക് ആഫ്റ്റർ. ലുക്ക് ആഫ്റ്റർ. ബിനോയ് അവിടെ ഇല്ലേ? എന്നാ ഓക്കെ. ആരെങ്കിലും പറയൂ. നമുക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ തോന്നും. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. നോക്കുക, അതായത് ശ്രദ്ധിക്കേണ്ടത്. അതായത് ബിനോയ് നോക്കിക്കഴിഞ്ഞപ്പോ ലുക്ക് നോക്കുക, ആഫ്റ്റർ ശേഷം. അപ്പോ ലുക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞപ്പോ നോക്കിക്കാണുക, നോക്കിയ ശേഷം എന്ന് പറഞ്ഞു. പക്ഷേ ലുക്ക് ആഫ്റ്ററിന്റെ അർത്ഥം പ്രൊട്ടക്ട് എന്നാണ്. PROTECT, പ്രൊട്ടക്ട് അല്ലെങ്കിൽ ടേക്ക് കെയർ ഓഫ്, സംരക്ഷിക്കുക എന്നാണ്. അങ്ങനെ ഒരു മെയിൻ വെർബും അതിന്റെ കൂടെ ഒരു പ്രിപ്പോസിഷനും വന്നു കഴിയുമ്പോൾ അതിന്റെ അർത്ഥം വേറെ അർത്ഥമാണ് വരും. അതിന് പറയുന്ന പേരാണ് ഫ്രേസൽ വെർബ് എന്ന് പറയും. ഫ്രേസൽ വെർബ്. ഓക്കെ. അപ്പൊ ലുക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതൊരു ഫ്രേസൽ വെർബാണ്. അതിന്റെ അർത്ഥം ഇവിടുത്തെ അർത്ഥം പ്രൊട്ടക്ട് എന്നാണ്. പ്രൊട്ടക്ട്. അപ്പൊ ഷീ പ്രൊട്ടക്റ്റഡ് ദ ബേബി എന്നാണ്. അതിന് പകരം ലുക്ക് ആഫ്റ്റർ എന്ന് എഴുതി. ഓക്കെ. അടുത്തത് they made made these these boats 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 a year ago ഞാൻ ഒന്നുകൂടി പറയാം. They made these boats BOATS a year ago. അവര് 1 വർഷം മുമ്പ്
ഈ ബോട്ടുകൾ ഉണ്ടാക്കി. They made these boats a year ago. Okay. Change into passive. Okay. പരീക്ഷ ഓക്കെ. ആ ബൈ ദം എന്നുള്ള ലാസ്റ്റ് പറഞ്ഞാൽ മതി. സുസ്മിത, ബോട്ട്സ് ആണ്, അപ്പൊ പ്ലൂറലാണ്, അപ്പൊ വാസിന് ചെറിയ മാറ്റം വരും. ഓക്കെ ഓക്കെ ഓക്കെ. മേഘ ഓക്കെ. ആ ബൈ ദം എന്നുള്ള ലാസ്റ്റ് പറഞ്ഞാൽ മതി. ഓക്കെ. ജോബി മോൾ, ഷഹാന, സൂര്യ ഓക്കെ. റോഷ്നി ഓക്കെ. ചിഞ്ചു ഓക്കെ. സുസ്മിത ഓക്കെ. രേവതി ഓക്കെ. ആര്യ ഓക്കെ. യെസ്. ഇനി ആരെങ്കിലും? ഓക്കെ, രണ്ടെണ്ണം കൂടി. somebody, 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 somebody wrote, WROT, wrote this book last year. Somebody wrote, WROT, wrote this book last year. ആരോ കഴിഞ്ഞ വർഷം ഈ പുസ്തകം എഴുതി. Somebody wrote this book last year. Okay. Is okay. Okay, രേവതി. അനൂപിന്റെ മാറ്റർ വന്നിട്ടില്ലല്ലോ. സഹന, സൂര്യ, സുസ്മിത, മേഘ. ഓക്കെ ഓക്കെ ഓക്കെ. ചിഞ്ചു ഓക്കെ. അനൂപ് കുമാർ ഓക്കെ. ആര്യകൃഷ്ണൻ ഓക്കെ.
ഇനി അടുത്തത് ഓക്കെ. അപ്പൊ ഞാൻ അടുത്ത് ഇപ്പൊ ഇത്രയും നേരം ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാല് കുറച്ച് എളുപ്പമുള്ള വാചകങ്ങളാണ്. ആദ്യം ഓബ്ജക്റ്റ് കണ്ടുപിടിക്കുന്നു, വാസലെങ്കിൽ വേറെ എഴുതുന്നു. ഓക്കെ ബിനോയ്, വാസലെങ്കിൽ വേറെ എഴുതുന്നു, വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതുന്നു. അത് നമുക്ക് അങ്ങോട്ട് സിമ്പിൾ ആയിട്ട് ചെയ്യാനുള്ളൂ. അപ്പൊ അതായത് ഞാൻ കുറച്ച് ആദ്യം പറഞ്ഞത് നിങ്ങൾക്ക് ആ സംഭവം ഒന്ന് അങ്ങോട്ട് റെഡി ആവട്ടെ, മനസ്സിലാക്കട്ടെ, പതിയട്ടെ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ്. അടുത്തത് സിമ്പിൾ ആണ്, എന്നാലും ഒന്നും ചിന്തിച്ച് ചെയ്യണം, അത്രേ ഉള്ളൂ. ഓക്കെ 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 അരി. അപ്പോ നമുക്ക് അതൊന്ന് ചിന്തിച്ച് ചെയ്യണം. ഓക്കെ, ഞാനൊരു വാചകം പറയാം, എഴുതിക്കോ. ഡിഡ് ഡിഡ് എനിബഡി ANYBODY എനിബഡി disturb 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 him an hour HOUR an hour ago AGO ഞാനൊന്നുകൂടി വായിക്കാത്. ഡിഡ് എനിബഡി ANYBODY എനിബഡി disturb 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 him him an hour 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 ago. Did anybody disturb him an hour ago? Okay, ചെറുതായിട്ടൊന്ന് ആലോചിച്ചാൽ മതി. Did ഓക്കെ പരീക്ഷ. മേഘ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. രേവതി ഓക്കെ. ഓക്കെ സുസ്മിത. ഷഹാന ഓക്കെ. ഓക്കെ മേഘ. യെസ്, മറ്റുള്ളവര്. ഓക്കെ. ഓക്കെ സൂര്യ. ഓക്കെ ബിനോയ്. അപ്പൊ ഞാൻ ഇതിന്റെ ആൻസർ പറയാം. നോക്കിയേ, ഡിഡ് എനിബഡി ഡിസ്റ്റർബ് ഹിം ആൻ അവർ അഗോ. അപ്പൊ ഡിഡ് വന്നിട്ടുണ്ട്, ഡിസ്റ്റർബും വന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിഡും വെർബിന്റെ പ്രസന്റേഷൻ വന്ന പാസ്റ്റ് ടെൻസ് ആണ്. ഓക്കെ. ഓക്കെ ചിഞ്ചു. അപ്പോ ഇത് സിമ്പിൾ പാസ്റ്റ് ആണ്.
ഇനി നമുക്ക് വേണ്ടത് ഒബ്ജക്റ്റ് കണ്ടുപിടിക്കണം. ആരെങ്കിലും 1 മണിക്കൂർ മുമ്പ് അവനെ ശല്യം ചെയ്തു എന്നാണ്. അവനെ ശല്യം ചെയ്യുക. ആരെ? അവനെ. അപ്പൊ ഹിം എന്നുള്ള ഒബ്ജക്റ്റ് ആയപ്പോൾ നമ്മൾ ഹി എന്ന് എഴുതി. ഹി. ഇനി ഹിയുടെ കൂടെ വാസ്. ഹി വാസ്. ഡിസ്റ്റർബ് എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഡിസ്റ്റർബ്ഡ്. അപ്പൊ ഹി വാസ് ഡിസ്റ്റർബ്ഡ് ആൻ അവർ എഗോ. പക്ഷെ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ തന്നിരിക്കുന്ന വാചകം ഒരു ചോദ്യമാണ്. ഡിഡ് ആദ്യം വന്നിരിക്കുകയാണ്, ചോദ്യം ചെയ്യുകയാണ്. ഡിഡ് എനിബഡി ഡിസ്റ്റർബ് ഹിം ആൻ അവർ എഗോ? ഇത് ക്വസ്റ്റ്യൻ മാർക്കാണ്. അപ്പോ ഈ പാസീവ് വോയിസും ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് മാറ്റണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഈ എഴുതിയിരിക്കുന്നതില് ഈ വാസ് ഡിസ്റ്റർബ്ഡ് ആൻഡ് അവർ എഗോ എന്ന് എഴുതിയിരിക്കുന്നതിലെ ഹെൽപ്പിംഗ് വെർബിനെ ആദ്യം പറയുക. ഹെൽപ്പിംഗ് വെർബ് ഏതാണ്? ഈസ്, ആർ, വാസ്, വേറെ. അപ്പൊ അത് വാസ് ഉണ്ട്. വാസ് എന്ന് ആദ്യം പറയാ. അപ്പൊ എന്ത് വരും ഇവിടെ? വാസ് ഹി ഡിസ്റ്റർബ്ഡ് ആൻ അവർ എഗോ. വാസ് ഹി ഡിസ്റ്റർബ്ഡ് ആൻ അവർ എഗോ. ഓക്കെ, അപ്പൊ നിങ്ങൾ ആലോചിച്ച് ചെയ്തു. ഒരെണ്ണം കൂടി നിങ്ങൾക്ക് ആലോചിച്ച് ചെയ്യാൻ വേണ്ടി ഞാൻ പറയാം. They did not help her, HELP, help her last month. They did not help her last month. ഒരു വായിക്കാം. They did not help her. സഹായിച്ചില്ല അവളെ. ലാസ്റ്റ് മന്ത്, കഴിഞ്ഞ മാസം. ഓക്കെ, ഒന്ന് ആലോചിച്ചിട്ട് ചെയ്താൽ മതി. സിമ്പിൾ ആണ്. ഒന്നുകൂടി എനിക്ക് പെട്ടെന്ന് വായിക്കാൻ പറ്റില്ലല്ലോ. ഓ, ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് സുസ്മിത. പരീക്ഷ ഓക്കെ. മേഘ ഓക്കെ. സൂര്യ ഓക്കെ. ചിഞ്ചു ഓക്കെ. ഷാജി മോൾ ഓക്കെ.
യെസ്. അടുത്ത ആള്. യെസ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ആൻസറിലോട്ട് വരാം. They did not help her last month. അവളെ സഹായിച്ചില്ല കഴിഞ്ഞ മാസം. ആരെ സഹായിച്ചില്ല? അവളെ, ഷീ. അപ്പൊ നമുക്ക് ആദ്യം ഷീ എന്ന് എഴുതി, പിന്നെ ഒബ്ജക്റ്റ് കിട്ടി വാസ് അല്ലെങ്കിൽ വേറില്ല, വാസ് ചെയ്തപ്പോ ഷീ വാസ്. ഹെൽപ്പ് എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഹെൽപ്ഡ്. ഷീ വാസ് ഹെൽപ്ഡ് ലാസ്റ്റ് മന്ത്. നമുക്ക് ഈ സെന്റൻസ് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത് ഒരു നെഗറ്റീവാണ്, കാരണം നോട്ട് ഉണ്ട്. അപ്പൊ നോട്ട് ഉള്ളതിന്റെ പേരില് പാസീവ് വോയിസിന് മുമ്പ് നോട്ട് ചേർത്തേക്ക, ഓക്സിലറി വാസ് കഴിഞ്ഞിട്ട് നോട്ട്. അപ്പൊ എന്താ വരും? ഷീ വാസ് നോട്ട് ഹെൽപ്ഡ് ലാസ്റ്റ് മന്ത്. ഷീ വാസ് നോട്ട് ഹെൽപ്ഡ് ലാസ്റ്റ് മന്ത്. ഓക്കെ. അപ്പൊ ഇതിന്റെ അകത്ത് നമുക്ക് ബുദ്ധിമുട്ടുള്ള ടൈപ്പുള്ള വാചകങ്ങൾ നമ്മൾ അങ്ങനെ രണ്ടെണ്ണം ചെയ്തിട്ടുള്ളൂ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ സിമ്പിൾ പാസ്റ്റില് ബുദ്ധിമുട്ടുള്ള വാചകങ്ങൾ ഒന്ന് രണ്ടെണ്ണം ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സിമ്പിൾ ഫ്യൂച്ചറിലേക്ക് നമുക്ക് കിടക്കാം. ഓക്കെ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ നിങ്ങൾ ആ മൈ ഫേവറേറ്റ് ഫിലിം എന്ന് പറഞ്ഞ സംഗതി ഒന്നുകൂടി ഒന്ന് പ്രിപ്പയർ ചെയ്യുക. അത് പറയാനായിട്ടുള്ള തയ്യാറെടുപ്പോടുകൂടി വരിക, അത് പറയുകയും ചെയ്യുക. ഓക്കെ. നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ. ബിനോയ് അടുത്ത ക്ലാസ്സിൽ തകർക്കണം. ഓക്കെ. ഓക്കെ 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 ഓക്കെ. അപ്പോ അനൂപും അടുത്ത ക്ലാസ്സിൽ തകർക്കണം. ഓക്കെ ഓക്കെ. അപ്പൊ അതുകൊണ്ട് വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ഡേ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. ഓക്കെ, ബൈ. Thank you, sir. Okay, welcome. Thank you, sir. Okay, welcome.